ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ചേതക്കിൻ്റെ പാർട്ട് 11 വീഡിയോ ആണ്. നമ്മളിന്ന് സീറ്റ് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒറിജിനൽ ചേതക്കിനും അതുപോലെ നമ്മൾ ഇലക്ട്രിക് ചേതക്കിനും സീറ്റിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് സീറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മളെ സീറ്റിൻ്റെ അവസ്ഥ ഇരിക്കുന്നത്. ബാക്കിലെ കമ്പി ഞാൻ സെപ്പറേറ്റ് ഒപ്പിച്ചതാണ്. ഈ ഒരു സംഭവം നമ്മളത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 3 സ്പ്രിങ്, ഇവിടുത്തെ 2 സ്പ്രിങ് പോയിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. പക്ഷേ ബേസിക്കായിട്ട് ഫ്രെയിമിലൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ പാച്ച് വർക്ക് എടുത്ത സമയത്ത് ഇവിടെ ചെറിയൊരു പീസ് വെച്ച് അടച്ചിട്ടുണ്ട്. കാരണം ചേതക്കിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു ഹോളാണ് വരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മറിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പീസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പീസാക്കി എടുത്തിട്ട് ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കാം. അതുപോലെ തന്നെ അപ്പോൾ ഒഴിച്ചിറക്കാൻ കൊടുക്കാം. സീറ്റ് പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ ഫ്രെയിം വരുന്നത്. മെയിൻ ഫ്രെയിമിന് ജസ്റ്റ് കണ്ടോ, ഇതുപോലെ ഒരു ആക്ഷൻ വരും. അത് ഈ ഭാഗത്തും ഈ ഭാഗത്തായിട്ട് പെർമനൻ്റ് ആയിട്ട് ഈ സീറ്റിനെ ലോക്ക് ചെയ്തതാണ്. ഇതിനെ ഊരിയെടുക്കാൻ നിലവിൽ സാധിക്കില്ല. പക്ഷെ ഒന്ന് പാച്ച് വർക്ക് എടുക്കുന്ന അവിടെ കൊണ്ട് ഹീറ്റ് ചെയ്ത് ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ ഊരിയെടുക്കാം. തൽക്കാലം ഞാൻ അത് ഊരിയെടുത്ത് പീസാക്കിയിട്ടില്ല. പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. ഇത് ഒരൊറ്റ പീസായിരുന്നു, അത് പൊട്ടിപ്പോയതാണ്. ഒരു റബ്ബറിൻ്റെ ബ്ലോക്കാണ് വരുന്നത്. അതിനെ ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പോർഷനിലായിട്ട് അത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സീറ്റിൻ്റെ ഇവിടേക്ക് വന്ന് ഈ ഒരു ഭാഗം അടിക്കുന്നത് നന്നായിട്ട് കുറയും. അതാണ് ഇതിൻ്റെ ഒരു മിച്ചം വരുന്നത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. അപ്പം നിലവിൽ ഞാനൊരു ഹാഫ് ടൈറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് സീറ്റിൻ്റെ ടൈറ്റിനനുസരിച്ച് ഈ ഒരു നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സീറ്റിൻ്റെ ആക്ഷൻ മാറി കിട്ടും. പിന്നെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ ഇതേപോലെ ഒരു കിറ്റായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സ്പ്രിങ് മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്പ്രിങ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര സുഖമായിട്ടൊന്നും മുന്നോട്ട് പോകില്ല എന്നത്. എന്തായാലും എല്ലാ സ്പ്രിങ്ങും ഇട്ട് കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ലോക്ക് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്തും കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് ഇടുമ്പോൾ ഇതിനെ ലോക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പി നിവർന്നിട്ട് ദൂരി പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു നട്ട് ആവശ്യത്തിന് ടൈറ്റ് ചെയ്താൽ മതി. നമ്മുടെ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനിതിനെ ഒരു സെമി ടൈറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ. ഇനി
അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് ഇടാം. അതിന് ആദ്യം ഈ ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഇതിനെ കയറ്റി വയ്ക്കുക. ഇതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു റബ്ബർ പോർഷൻ ഇട്ടതിന് ശേഷം ഇവിടെ എല്ലാ സ്ഥലത്തും ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റബ്ബർ പോർഷൻ ഊരി ഒഴിവാക്കിയിട്ട് അപ്പോൾച്ചർ വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിലവിലെ അവസ്ഥയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പരിപാടി ഇതിൻ്റെ രണ്ട് അറ്റും കൂടി ഇട്ട് ബാക്കിൽ ഈ ആമിനെ ഒന്ന് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ചെറിയൊരു പരിപാടി എന്ന് പറയാം, ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ സീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയാണ് വരുന്നത് മെയിനായിട്ട്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ സീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ബാക്കി അപ്പോൾച്ചർ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പോഞ്ച് വെച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്യുക. ഇത് കൊണ്ടുവന്നു അടിഭാഗത്തായിട്ട് വലിച്ചിങ്ങനെ ക്ലിപ്പ് ചെയ്യുക ചെയ്തത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാറില്ല, കാരണം ഈ ഒരു സാധനം സ്റ്റിച്ച് ചെയ്യുന്ന പണി എനിക്കറിയാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ പുറത്തോടുത്താണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല നീറ്റായിട്ടും നല്ല ഷേപ്പിലും തന്നെ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സീറ്റ് സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു ബേബി സീറ്റ് കൂടി ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം സെറ്റ് ചെയ്യാം. അതെന്തായാലും റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നതായിട്ടാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.